അരുൺ, മുണ്ടക്കയിലേക്ക് പോകുകയാണല്ലേ? 6 സോണുകളായി തിരിച്ചാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയാണ്. പ്രവർത്തകരെല്ലാം പലരും അവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? പൂജ, ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളുണ്ട്. അവരൊക്കെ ഈ ഭാഗത്തേക്ക് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ഈ തെരച്ചിലിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ ഈ അനശ്വരയൊക്കെ പറഞ്ഞു, കമലേട്ടൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. വയനാടിൻ്റെയൊക്കെ ഭംഗി, വയനാട്ടിനെ അറിയുന്നവരാണ് അവരൊക്കെ. ഞാനൊരു കോഴിക്കോട് സ്വദേശിയാണ്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുകാരൊക്കെ ഈ ഒഴിവ് ദിവസത്തെയൊക്കെ ഒരു യാത്ര പോകുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ വരുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് വയനാട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മേപ്പാടിയിലൊക്കെ 900 കണ്ടി, സൂചിപ്പാറ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ പോലും ഈ ഒരു കോട കെട്ടിക്കിടക്കുന്നത് എന്ത് പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ചൂരൽമലയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ കാണുന്ന ഒരു മനോഹര കാഴ്ചകൾ, അതിൻ്റെ മറുഭാഗത്തായി നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി നിൽക്കുന്ന കാഴ്ചകൾ. അപ്പോൾ അജയൻ തന്നെ നമ്മോടൊപ്പം ഈ മുണ്ടക്കൈയിലെ യാത്രയിൽ, ഈ നാട്ടുകാരനാണ്, പ്രദേശ് ചൂരൽമല നിവാസിയാണ്. അജയൻ തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ പറയും. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ആയിരുന്നു. മുണ്ടക്കൈൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ വരാറുണ്ടല്ലേ ഇവിടെ? ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം. ഇവിടെ നമുക്ക് ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് മുണ്ടക്കൈ പ്രദേശം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം തന്നെ എത്രയോ ബ്ലോഗർമാർ റീല് ചെയ്തൊരു ഭാഗങ്ങളാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ. അത് കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഒരു സെൻറ്റിനൽ റോക്ക് എഴുതിയ പാറ കൂട്ടം, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണത്. അത് കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എസ്റ്റേറ്റിൻ്റെ മസ്ട്രോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീതമ്മക്കുണ്ട്. മെയിൻലി ഭയങ്കരമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സീതമ്മക്കുണ്ട് എന്ന് പറയുന്നത്. സീതമ്മക്കുണ്ട് തന്നെ ഇപ്പോൾ സീതമ്മക്കുണ്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിസരം തന്നെ നാമാവശേഷമായി കഴിഞ്ഞു. മുണ്ടക്കായ് പുഞ്ചിരിമട്ടം മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള പ്രദേശങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാത്ത രൂപത്തിൽ മാഞ്ഞു പോയിരിക്കുന്നു. പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മേപ്പാടി വിട്ട് കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടൊരു ഗ്രാമമാണ് നമ്മളെ ഈ ചൂരൽമല എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ എപ്പോഴും എല്ലാവരും പരസ്പരമായിട്ട് സ്നേഹിച്ചും അങ്ങനെ കൂട്ടത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു പ്രദേശത്തിൽ അത്രയും ആളുകൾ നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത്രയും ചൂരൽമല വീണ്ടെടുക്കണം, മുണ്ടക്കൈ വീണ്ടെടുക്കണം എന്നൊക്കെ, റീബിൽഡ് മുണ്ടക്കൈ എന്നൊക്കെ യുവാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണല്ലോ. ഇങ്ങനെ തകർന്നു പോയ കഥകൾ നമ്മൾ ഇത്രയും ദിനം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ചൂരൽമല ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ വീണ്ടെടുത്തു എന്ന് പറയേണ്ട കഥകൾ നമുക്ക് പറയണം അല്ലേ നാടിനോട്? അതെ, പക്ഷേ നമുക്കിനി മുണ്ടക്കായി ഒന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമല്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം ആ മലയിൽ നിന്ന് ഒലിച്ചു വന്ന ആ ഒരു പാറക്കൂട്ടങ്ങൾ നമ്മളെ മുണ്ടക്കായ് പ്രദേശം മുതൽ ചൂരൽമല സ്കൂൾ വരെയുള്ള പ്രദേശം വരെ ഫുൾ അങ്ങ് വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെയൊന്നും നമുക്ക് ഒരു തറയിടാൻ പോലും കഴിയാത്ത രൂപത്തിൽ അവൻ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുമ്പോൾ പോലും ആളുകളൊക്കെ ഒരു വേദനയോടെ അവരുടെ സ്ഥലത്തെ ഇതല്ല ഞങ്ങളുടെ നാട് എന്നൊക്കെ എത്രയോ ആളുകൾ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് പോലും ഇവിടെ വരുമ്പോൾ ഞാൻ ഈ പഴയ വീഡിയോ നോക്കുന്നു, ആ സ്ഥലം നോക്കുന്നു, പഴയ വീഡിയോ വീണ്ടും എടുക്കുന്നു, ആ സ്ഥലം തിരിച്ചറിയാൻ നോക്കുന്നു. ഈ മൺകൂമ്പാരങ്ങൾക്ക് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്തരത്തിൽ ഈ നാട് മാഞ്ഞു പോയിരിക്കുന്നു. താങ്കൾ പറഞ്ഞ പോലെ തന്നെ മുണ്ടക്കൈയൊക്കെ പ്രായോഗികമല്ല, പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ടൗൺഷിപ്പൊക്കെ വന്ന് നമുക്ക് ചെയ്യാവുന്നതെല്ലാം പരമാവധി ചെയ്യാമെന്നുള്ള ഒരു സഹായഹസ്തങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണല്ലോ. ഇനി പ്രതീക്ഷയുടെ നാളുകളിലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ പുത്തുമലയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുത്തുമല ഇതേപോലെ 2019 പൊട്ടിക്കഴിഞ്ഞപ്പോഴും നമുക്കത് റീബിൽഡ് പുത്തുമല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ പറഞ്ഞാൽ ഇത്രയും വലിയ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് നമുക്കൊരു കൺസെഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, അജയൻ പറഞ്ഞത് അത് പ്രായോഗികമായുള്ള കാര്യമാണ്. പല അനുഭവങ്ങൾ, മുൻകാല അനുഭവങ്ങളൊക്കെ നമ്മളുണ്ട്. കവളപ്പാറയിലൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ പുതിയ വീടുകളൊക്കെ വന്നു, അവിടെയൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ആളുകൾ അതിജീവനത്തിൻ്റെ പാതയിലാണ്. അത്തരം കാഴ്ചകൾ ഈ 5 വർഷങ്ങൾക്കിപ്പുറം ആ വേദന അവർ പറയുമ്പോഴും പോസിറ്റീവായുള്ള കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട് എന്നുള്ള ഒരു ദുരന്തം ബാക്കിയാക്കുന്ന അവശേഷിപ്പുകളാണ്, അതിൻ്റെ വേദനയാണ്. അതിജീവനം എന്ന് പറയുമ്പോഴും ആ ഓർമ്മകളെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ അവർ അതിജീവിക്കുന്നില്ല. പിന്നീടുള്ള ജീവനത്തെ, തുടർ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി ജീവിക്കുക
എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് തെരച്ചിലേക്ക് പോകുമ്പോഴും അവശേഷിക്കുന്ന അത്തരം പ്രതീക്ഷകളാണ്. 12 ദിനങ്ങൾ കഴിഞ്ഞു, നമുക്കതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ അറിയാം. പക്ഷേ ഒരു പ്രതീക്ഷ അവരിലൊക്കെ അവശേഷിക്കുന്നുണ്ട്. തിരിച്ചറിയാതെ പോയ എത്രയോ മൃതദേഹങ്ങൾ ഇന്നും DNA ഫലങ്ങളൊക്കെ കാത്തു കിടക്കുന്നു. അതൊക്കെ തിരിച്ചറിയാനാവട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ ആളുകൾ അവരുടെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവരുടെ ആ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നതൊക്കെ വേദനയുള്ള കാഴ്ചയാണ്. അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലത്തുള്ള മൺകൂരകൾക്കിടയിലൊക്കെ പലതും തപ്പുമ്പോൾ, പലതും കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന എത്രത്തോളം ആയിരിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് പൂജ. അപ്പോൾ തിരച്ചിൽ എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങൾ പോകുന്നതാണ് നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിലേക്കുള്ള യാത്രയിലാണ് അവരൊക്കെ. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും തുടങ്ങിയിട്ടുമുണ്ട് പൂജ. തീർച്ചയായിട്ടും